പ്രൈസ് ലോർഡ്. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 64. സത്യനിമിത്തം ഉയർത്തേണ്ടതിന് നീ നിന്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലങ്കരം കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. സത്യനിമിത്തം ഉയർത്തേണ്ടതിന്. ആമേൻ. നമ്മുടെ ദൈവം സത്യവാനാണ്. തൻ്റെ വാഗ്ദത്തങ്ങൾ ഉവെന്ന് വെച്ച ഉവാണ്. അതുപോലെ സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും യഹോവ സമീപസ്ഥനാണ്. ആമേൻ. സ്തോത്രം. സത്യത്തിൽ നടക്കുകയും സത്യത്തിൽ ജീവിക്കുകയും സത്യമായി കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ച് ദൈവം പറയുന്നത് എനിക്ക് പ്രിയമുള്ളവരെന്നാണ്. ആമേ. എനിക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടണം. ആമേ. സ്തോത്രം. തനിക്ക് പ്രിയമുള്ളവരെ താൻ വിടുവിക്കുന്നതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. പലരെ ദൈവം പ്രിയമുള്ളവരെന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അബ്രഹാമിനെ പറ്റി പറയുന്നു ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന്. ദാവീദിനെ പറ്റി പറയുന്നതിൻ്റെ ഹൃദയപ്രകാരമുള്ളവനെന്ന്. ആമേൻ. സ്തോത്രം. ലാസറിനെ പറ്റി നമ്മൾ കാണുന്നു തനിക്ക് പ്രിയമുള്ളവൻ ദീനമായി കിടക്കുന്നു. ആമേൻ. സ്തോത്രം. അപ്പോൾ ദൈവത്തിന് പ്രിയമുള്ളവരുണ്ട്. ആമേൻ. സ്തോത്രം. നമ്മൾ ഈ ലേഖനത്തിൽ വായിക്കുന്നു, പ്രിയമക്കൾ എന്ന പോലെ കർത്താവിനെ അനുകരിപ്പീൻ. ആമേൻ. സ്തോത്രം. പ്രിയമക്കൾ എന്ന പോലെ കർത്താവിനെ അനുസരിച്ച് കർത്താവിനെ പിന്തുടരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ വിടുവിക്കുന്ന കരം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഇടയായിത്തീരും. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ മോശ ഒരു യാഗപീഠം പണിതു, അതിനെ യഹോവ നിസി എന്ന് പേരിട്ടു. അതിൻ്റെ അർത്ഥം യഹോവ എൻ്റെ കൊടി. നമുക്ക് എൻ്റെ പശ്ചാത്തലം അറിയാം. ഇസ്രായേൽ മക്കൾ യോശുവയുടെ നേതൃത്വത്തെയും അമാലേക്കർക്കെതിരെ യുദ്ധത്തിന് പോയപ്പോൾ മോശയുടെ കരം ഉയർന്നിരിക്കട്ടെ എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. മോശയുടെ കരം തളർന്നപ്പോൾ അഹരോനും ഹൂരും ഇരു സൈഡിൽ നിന്ന് ആ കരം ഉയർത്തിപ്പിടിച്ചായിട്ട് കാണുമോ. അങ്ങനെ മോശയുടെ കരം ഉയർന്നിരുന്നു. യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ വിജയം വരിച്ച് വിജയശ്രീലാളിതരെ മടങ്ങി വരുമ്പോൾ അവർ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ ഒരു യാഗം അർപ്പിച്ചു. ആ യാഗപീഠത്തിനാണ് അവർ യഹോവ നിസി, യഹോവ എൻ്റെ കൊടി എന്ന് പറഞ്ഞത്. ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ജയത്തിൻ്റെ പ്രതീകമാണല്ലോ കൊടി. ആമേൻ. സ്തോത്രം. ജയിച്ച ദൈവമക്കൾ അവരുടെ ആലയത്തിന്, അവരുടെ ആരാധനയ്ക്ക് അവരിട്ട പേരാണ് യഹോവ നിസി, യഹോവ എൻ്റെ കൊടി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ. അവൻ നമ്മുടെ വിഷയങ്ങളിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ കൊടിയായി തീരുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഉത്തമഗീതം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുചെന്നു, എൻ്റെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹത്തിൻ്റെ കൊടിയായിരുന്നു. പിതാവായ ദൈവം തൻ്റെ പുത്രനെ നൽകി നമുക്ക് നൽകിത്തന്ന ആ സ്നേഹം പ്രത്യക്ഷമാകുന്നത് കാൽവറിയിലെ ക്രൂശിലാണ്. ആമേൻ. സ്തോത്രം. ആ ദൈവസന്നിധിയിലെ ആ സ്നേഹത്തിൻ്റെ കൊടിക്കീഴില്, തൻ്റെ വിജയത്തിൻ്റെ കൊടിക്കീഴില് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടങ്ങ് സ്തുതിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന നിന്റെ ജനത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിനക്ക് പ്രിയമുള്ളവരായി നിന്റെ വിടുതലിൻ്റെ കരവറ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഇന്ന് പകൽക്കാലം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുത്തായിട്ട് പ്രാർത്ഥന കേട്ടിരിക്കാല. സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.